പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കളിതമാശ കൈവിട്ടു പോകുന്ന മട്ടാണ്. രാജ്യം ഭരിക്കുന്ന മഹാരാജാവ് ഹിറ്റ്ലറുടെ റോളെടുത്തപ്പോൾ ഹജൂർ കച്ചേരിയിലെ ജീവനക്കാർ ഗാന്ധിവേഷത്തിലായി. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയരിക്കായി ജനം തക്കുവട്ട കളയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരത്തെ ഓർമ്മിപ്പിക്കുവാനാണ് അർത്ഥനഗ്നരായി ഇന്ന് എൻജിഒ അസോസിയേഷൻകാർ ഈ സമരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹേ റാം, ഇനി എന്തെല്ലാം കാണണം, എന്തെല്ലാം കേൾക്കണം ഈ കലികാലത്ത്. ഇന്ന് ട്രഷറിയിൽ നിന്ന് കൊടുത്ത ടോക്കൺ കൊണ്ട് ഏതെങ്കിലും പെൻഷൻകാരനോ ജീവനക്കാരനോ ഒരു ചില്ലി കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട. ഇന്നത്തെ ദിവസം ട്രഷറിയിൽ കൊടുക്കാനുള്ളതിന്റെ 15% രൂപ മാത്രമാണുള്ളത്. എന്തൊരു ഭരണമാണിത്? എന്തിനു വേണ്ടിയാണ് ഈ ഭരണം? ആർക്കു വേണ്ടിയാണ് ഈ ഭരണം? അർദ്ധനഗ്നനായ ഈ എൻജിഒ ഗാന്ധിയുടെ ചോദ്യം കേന്ദ്രഭരണത്തോടാണ് എന്ന് ധരിച്ചു വെക്കല്ലേ. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റുണ്ട്, രാഷ്ട്രീയ വളവ് എന്ന് പറയാം. പാടത്ത് ജോലി ചെയ്താൽ വരമ്പത്ത് കൂലി കൊടുക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ അവന്റെ മേൽമുണ്ട് അഴിച്ചു വെച്ച് മുണ്ട് മുറുക്കി വിടുത്ത് ചോദിക്കുന്നു, പ്രിയപ്പെട്ട സഖാവേ, ഞങ്ങൾ പാടത്ത് ജോലി ചെയ്തു, ഞങ്ങൾ വരമ്പത്ത് കയറി, ഞങ്ങൾ കാലും കൈയും കഴുകി, ഞങ്ങൾ ശരീരം കഴുകി, വീട്ടിൽ ചെന്ന് അടുപ്പിൽ വയ്ക്കാൻ പാത്രമെടുത്തിട്ട് അരി ചോദിക്കുമ്പോൾ തരാതിരിക്കുന്നത് ന്യായമാണോ? കഷ്ടപ്പെടുന്നവരും ഭാരം ചുമക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന് ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ളവർ ഭാഗ്യവാന്മാര്. 24,000 രൂപ വെച്ചെങ്കിലും ഇന്നലെയെങ്കിലും ശമ്പളവും പെൻഷനും കിട്ടി. ഈ ഡൽഹിയിൽ പോലും 10,000 രൂപ 8,000 രൂപയാണ് ശമ്പളവും പെൻഷനുമായിട്ട് പിൻവലിക്കാൻ ബാങ്കുകൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ കേരള ഹൗസിലെ ജീവനക്കാർക്ക് ശമ്പളവും കിട്ടിയിട്ടില്ല. പെൻഷനായാലും നാട്ടിലായതുകൊണ്ട് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഇത് വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടമെന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിലുള്ള അപകടമല്ല കേട്ടോ, ക്രമസമാധാന നിലയാണ് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ UP-യിൽ നടന്ന സംഭവങ്ങൾ വരാൻ പോണ അരാജകത്വത്തിൻ്റെ വലിയൊരു സൂചനയാണ്. ജനങ്ങൾ പല സ്ഥലത്തും ബാങ്കുകൾ കയ്യേറുന്നതിൽ വന്നു. രാജ്യം സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് തുറന്ന മനസ്സോടുകൂടി തങ്ങൾക്ക് പറ്റിയ അബദ്ധം തുറന്നു പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടിയടക്കം മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് ഇന്നത്തെ നമ്മൾ തന്നെ ഇവിടുത്തെ ഭരണകൂടം സൃഷ്ടിച്ച ഈ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുന്നതിന് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഭരണകൂടത്തിന് അബദ്ധം പറ്റിയതാണെങ്കിലല്ലേ അങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ. ഈ പ്രതിസന്ധിയും
തുടർന്ന് വന്നേക്കാവുന്ന അരാജകാവസ്ഥയും കേന്ദ്ര ഭരണകൂടം പ്രതീക്ഷിച്ചതാണെങ്കിലോ? അങ്ങനെ ചിന്തിക്കാനും ന്യായമുണ്ടല്ലോ. ഇന്നലെ പശ്ചിമ ബംഗാളിൽ പട്ടാളമിറങ്ങിയത് സൂചനയാണ്. ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തില്ല. ഇന്ത്യയിൽ നോട്ട് നിരോധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കരസേനയുടെയും നാവികസേനയുടെയും എയർഫോഴ്സിന്റെയും മേധാവികളെ കണ്ട് ചർച്ച നടത്തി. എല്ലാവരും വിചാരിച്ചു പാകിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യാന്ന്. അല്ല, നോട്ട് നിരോധനം നടക്കുമ്പോൾ ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും, സംസ്ഥാനങ്ങളിൽ അരാജകത്വം ഉണ്ടാകും. ആ അരാജകത്വം മുതലെടുത്തുകൊണ്ട് സംസ്ഥാനങ്ങളിലേക്ക് പട്ടാളത്തെ അയച്ചുകൊണ്ട് ഒരു ഏകാധിപതിയായി ഇന്ത്യയിൽ മാറാനുള്ള ശ്രമമാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വരും കാലങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. ഇതൊരു കോൺഗ്രസുകാരന്റെ അതിശയോക്തിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തു പ്രതിഷേധമുണ്ടായാലും വാർത്തയായി വരില്ല. അല്ലാത്തവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടായാൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് അവിടെ ഇടപെടാം. ബംഗാൾ അത്തരമൊരു സംസ്ഥാനമാണല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട്. അതിന്റെ പേര് മീൻ കാംഫ് എന്നാണ്. ആത്മകഥ വായിച്ചവർക്കറിയാം, ഒരു ഏകാധിപതി പറയുന്നതൊന്ന്, അത് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന്, അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന്. ഈ മൂന്ന് കാര്യങ്ങളാണ് നരേന്ദ്രമോദിയിലൂടെ നടക്കുന്നത്. നോട്ട് നിരോധിച്ചു, അദ്ദേഹം പറയുന്ന ന്യായം കള്ളപ്പണക്കാരെ അമർച്ച ചെയ്യാൻ, കള്ളപ്പണം കണ്ടെത്താൻ. നമ്മൾ വിചാരിക്കുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ. നരേന്ദ്രമോദി മനസ്സിൽ കാണുന്നു ഒരു ഏകാധിപതിയായി വളർന്നു വരിക എന്ന സ്വപ്നം. ഇതിന് ടിപ്പണി പറയാൻ ധൈര്യമില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ നാടകം കാണാം, ഒരു അസംബന്ധ നാടകം. രാജ്യം അങ്ങനെയൊരു അരാജകത്വത്തിൻ്റെയും അടിയന്തരാവസ്ഥയുടെയും നിഴലിലാണെങ്കിലും രാഷ്ട്രീയ കൂടാരത്തിൽ അസംബന്ധ നാടകങ്ങൾക്ക് കുറവൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു നാടകം അരങ്ങേറി, ഘർ വാപ്പസി. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ രാഷ്ട്രീയ രംഗം എന്ന് പറഞ്ഞാൽ മലീമസമായ ഒരു രംഗമാണെന്ന് ജനങ്ങൾ കരുതുന്ന ഒരു കാലഘട്ടമാണ്. അടിക്കടി പാർട്ടി മാറുകയും കൂറുമാറുകയും മുന്നണി മാറുകയും എല്ലാം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബഹുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ. നാടകത്തിന്റെ സൂത്രധാരന് ആമുഖമായി പറയാനുള്ളത് അത് മാത്രമാണ്. ഇനി നാടകം കാണാം. ജി പത്മകുമാർ എന്ന് പറയുന്ന സഹപ്രവർത്തകൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറി എന്നുള്ളത് ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വേദനയോടുകൂടിയാണ് ഉൾക്കൊണ്ടത്. ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ സംഭവിക്കുമോ? നമ്മുടെ പപ്പേട്ടൻ അങ്ങനെ ചെയ്യുമോ? നമ്മളുടെ പപ്പേട്ടനെ അങ്ങനെ നശിപ്പിക്കുവാൻ ഈ നരാധമന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കുമോ എന്ന ചോദ്യം ഈ കേരളത്തിൽ ഉയർന്നു. കേരളത്തിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിലും ഉയർന്നു. ആ വേദന പക്ഷേ ഏറെയൊന്നും നീണ്ടു നിന്നില്ല കേട്ടോ. 3-ാം ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് പപ്പേട്ടൻ വാപ്പസായി, ഘർ വാപ്പസി. ഒരു ഉജ്ജ്വലമായിട്ടുള്ള പരിവർത്തനത്തിന്റെ ചാലകത ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ വരികയാണ് ജി പത്മകുമാർ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ജി പത്മകുമാറിനെ ആരാധ്യനായിട്ടുള്ള ശ്രീ ഒ രാജഗോപാൽ ഇതാ ഷോളണിയിച്ച് ഈ മഹാപ്രസ്ഥാനത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മുന്നോട്ട് കരുത്തോടുകൂടി മുന്നോട്ട്. ഈ പ്രസ്ഥാനത്തെ
ഉച്ചൈസ്തരമാർന്ന പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ ഇവിടെ ഉയർന്നിരിക്കുകയാണ്. എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ, മോഹങ്ങൾ അത് വെറുതെ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ മോഹമെന്ന് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, ബലിദാനങ്ങൾ ഒടുങ്ങുന്നില്ല. ധീരാ ജയകൃഷ്ണ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നിങ്ങളുയർത്തിയ കാവി പതാക ഞങ്ങളിൽ വാനിൽ ഉയർത്തിക്കെട്ടും. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം ഞങ്ങളി മണ്ണിൽ ശാശ്വതമാക്കും. ഭാരത് മാതാ കി. യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KT ജയകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ തന്നെ ഈ നാടകം അവതരിപ്പിക്കാൻ എന്താണ് കാരണം എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലേ? മറുപടി നാടകത്തിലെ നായകൻ തരും. ഇന്ന് നാം അനുസ്മരിക്കുന്ന KT ജയകൃഷ്ണൻ മാഷ്, അദ്ദേഹത്തിന്റെ ഒപ്പം പല സന്ദർഭങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിൽ യാത്ര ചെയ്തിട്ട് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവാൻ സാധിക്കാത്ത, നിർവാഹമില്ലാത്ത ആ പ്രദേശത്ത് അദ്ദേഹം തലശ്ശേരി കാര്യാലയത്തിൽ വന്ന് എന്നെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അമ്മ വഴക്ക് പറയുമെന്നുള്ള നിലയിൽ; മറ്റൊന്ന്, പ്രചാരകൻ കൂടെയുണ്ട് എന്നുള്ള നിലയിൽ ആ വഴക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ അദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണന്റെ ഗുണ്ടയായിരുന്നു ഈ പത്മകുമാർ. 7 വർഷം കണ്ണൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ പറയുന്ന കാര്യകർത്താക്കന്മാരോടൊപ്പം അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുവാൻ സംഘത്തിന്റെ പ്രചാരകൻ എന്നുള്ള നിലയിൽ ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. അതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇതാ ഇങ്ങനെ ഒരു ഡയലോഗ് നേരത്തെ അടിച്ചത്. നാടെന്താണെന്നറിയാത്ത, കുടുംബബന്ധം എന്തെന്നറിയാത്ത ഈ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ട് രഹസ്യമായിട്ട് തിരശീലക്ക് പിന്നിലിരുന്ന് പ്രവർത്തിക്കുന്ന ഈ പ്രചാരകന്മാരാണ് ഈ കണ്ണൂരിനെ ചോരക്കളമാക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം പ്രധാനമായിട്ട് നിർവഹിക്കും. അങ്ങനെ കഴിഞ്ഞ ആ കാലത്തെ പറ്റി പത്മനാഭന് യുവമോർച്ചക്കാരുടെ പ്രിയപ്പെട്ട പപ്പേട്ടന് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതൊരബദ്ധമായിരുന്നുവെന്നും തോന്നിയിട്ടില്ല. കഴിഞ്ഞ 42 വർഷത്തിനുള്ളിൽ ഒരു അരമണിക്കൂർ സമയം എനിക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ അംഗീകരിക്കുകയാണ്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത തെറ്റാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. അരമണിക്കൂർ നേരത്തെ തെറ്റ് അതെന്താണാവോ അങ്ങനെ ഒരു തെറ്റ്? ഏതായാലും പപ്പേട്ടൻ CPMൽ ചേർന്നപ്പോൾ BJPക്കാരും RSSകാരും പറഞ്ഞിരുന്നത് ചിട്ടിത്തട്ടിപ്പ് നടത്തിയതിന് പുറത്താക്കിയ ആളാണ് എന്നായിരുന്നു. ഇനിയിപ്പോൾ ചിട്ടിയുടെ മറവിൽ കള്ളപ്പണമെങ്ങാൻ വെളുപ്പിച്ചോ ആവോ? നമുക്കറിയാം, ജയകൃഷ്ണൻ മാഷ പോലുള്ള നിരവധി കേരളത്തിൽ ഏതാണ്ട് 248ഓളം പ്രവർത്തകന്മാരുടെ ജീവരക്തം കൊണ്ടാണ് ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തെ അജയമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് സംഘപ്രസ്ഥാനങ്ങൾക്കുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു ചെറിയ സമയം എനിക്കുണ്ടായത്, അതിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എന്റേതല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു. എന്താണ് എന്ന് എന്നെ ശ്രമിച്ചവർക്കത് മനസ്സിലാക്കും. സ്വാഭാവികമായിട്ട് അവരെഴുതി തന്ന ആ കാര്യമാണ്, അല്ലെങ്കിൽ അവരെഴുതിയുണ്ടാക്കിയതാണ് അവർ വച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അരമണിക്കൂറിൻ്റെ അബദ്ധം. CPM ജില്ലാ സെക്രട്ടറിയോടൊപ്പം
മാധ്യമങ്ങൾക്ക് ദർശനം നൽകിയ അരമണിക്കൂർ. ആ അബദ്ധം കാണാം, ഇടവേള ഒന്ന് കഴിയട്ടെ. അസംബന്ധ നാടകം ഫ്ലാഷ് ബാക്കിലേക്കും അതുവഴി ക്ലൈമാക്സിലേക്കും കടക്കുകയാണ്. പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ആ ഘനഗംഭീര ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എന്റേതല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു. എന്താണ് എന്ന് എന്നെ ശ്രമിച്ചവർക്കത് മനസ്സിലാക്കും. സ്വാഭാവികമായിട്ട് അവരെഴുതുന്ന ആ കാര്യമാണ്, അല്ലെങ്കിൽ അവരെഴുതിയുണ്ടാക്കിയതാണ് അവർ വച്ചിട്ടുള്ളത്. അരമണിക്കൂർ അബദ്ധരംഗത്തിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഡയലോഗ് ഇതായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് സജീവ പ്രവർത്തനത്തിലില്ല. സജീവമായ പ്രവർത്തനത്തിലില്ലാത്തതിൻ്റെ കാരണം ഒന്ന്, ദീർഘകാല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട പ്രവർത്തകരെ മനുഷ്യത്വപരമായ ഒരു സമീപനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം കാണാത്തതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്നെയും എന്നെപ്പോലെയുള്ള നിരവധി ആൾക്കാർ അസ്വസ്ഥരാണ്. ആ 2 വർഷം, സജീവ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങി നിന്ന 2 വർഷം, അതിനെക്കുറിച്ചാണ് സംഘത്തിൻ്റെ പ്രചാരകന്മാർ ചിട്ടിക്കഥ പ്രചരിപ്പിക്കുന്നത്. അതുപോട്ടെ, നാടകം തുടരാം. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നയം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യത്വപരമല്ലാത്ത ഒരു സമീപനം, ദീർഘകാല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പലരെയും അധികാരവും സ്വാധീനമൊക്കെ വന്ന സമയത്ത് അവരെ മറന്നുകൊണ്ട് പുത്തൻ ചില ആൾക്കാർ, എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് പല രംഗത്തും പരിഗണിക്കുന്നത്. അപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ച പലരും നിശബ്ദരാണ്, നിരാശരാണ്. ആരും അങ്ങനെ ചിന്തിച്ചു പോകും. 10-42 കൊല്ലക്കാലം കൊല്ലാനും ചാവാനും നടന്ന പപ്പേട്ടനെയൊക്കെ നോക്കി നിൽക്കുമ്പോഴല്ലേ സുരേഷ് ഗോപി അണ്ണനെ പിടിച്ച് MP ആക്കിയത്? ഒരു പുരുഷായുസ് പാഴായിപ്പോയില്ലേ? ഈ 42 വർഷം, ഞാൻ ഏതാണ്ട് ഒരു 10 വയസ്സിൽ സംഘത്തിൻ്റെ പ്രവർത്തകനായ ആളാണ്. ഒരു 12 വർഷക്കാലം ഞാൻ സംഘത്തിൻ്റെ പ്രചാരകമായിരുന്നു. അത് കേരളത്തിലെ മിക്കവാറും കൊല്ലം ജില്ല, ചെങ്ങന്നൂർ ജില്ല, കണ്ണൂർ ജില്ല, കണ്ണൂർ വിഭാഗ് പ്രചാരക്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ചുമതലകൾ ഞാൻ വഹിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതും എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും താൽക്കാലികമായൊരു നേട്ടം ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഭരണത്തിൻ്റെ സ്വാധീനം, ഇന്നത്തെ ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും, അങ്ങനെയൊന്നുള്ള ഒരു ആഗ്രഹവും ഞാൻ ഇതിൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വച്ചിട്ടില്ല. മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന പന്തയിലേക്ക് ഇറങ്ങുന്നത്. മനുഷ്യത്വം, മാനവികത, സർവോപരി മാർക്സിസ്റ്റ് ദർശനം പ്രദാനം ചെയ്യുന്ന ആത്മാനന്ദം, ഇതെല്ലാമാണ് പപ്പേട്ടനെ പ്രലോഭിപ്പിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം ആനാവൂർ നാഗപ്പൻ സഖാവിൻ്റെ സവിധത്തിലെത്തിയത്. അതിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഒരു സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളിൽ പാർട്ടിയുടെ ഇച്ഛയനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാം. ഈ ഭാഗം, ഡയലോഗിൻ്റെ ഈ ഭാഗമായിരിക്കും മാർക്സിസ്റ്റുകാർ എഴുതി കൊടുത്തത്. നാഗപ്പൻ സഖാവിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ പൊളിമിക്സിന് അങ്ങനെയാണ് തോന്നുന്നത്. പത്മകുമാർ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം അദ്ദേഹവുമായി ബന്ധപ്പെട്ട RSSനെ ഉപേക്ഷിച്ച് അദ്ദേഹം CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം അറിയുന്ന നിലയിൽ വളരെ RSSൻ്റെ പ്രധാനപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. കണ്ണൂരിലെ RSSൻ്റെ പ്രചാരകനായിരുന്നു, വിഭാഗ പ്രചാരകനായിരുന്നു. അതുപോലെ
കേരളത്തിലെ ഹിന്ദു മുന്നണിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം തിരുവനന്തപുരം വിഭാഗത്തിൻ്റെ ശാരീരിക പ്രമുഖനായിരുന്നു. അങ്ങനെയെല്ലാമുള്ള ഉയർന്ന നിലയിൽ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു പത്മകുമാർ. പത്മകുമാർ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി വിട പറഞ്ഞുകൊണ്ട് അവരുടെ ഇന്നത്തെ പോക്കുമായി തനിക്ക് സഹകരിക്കാനാവില്ല എന്ന വ്യക്തമായ ധാരണയോടുകൂടിയാണ് അദ്ദേഹം CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അഭ്യർത്ഥനയുമായി ഞങ്ങളുടെ മുമ്പിൽ വന്നത്. ഏതായാലും 2 വർഷം അസാധുവായ നോട്ട് പോലെ എടുക്കാതെ കിടന്നിരുന്ന പത്മകുമാറിനെ വെളുപ്പിച്ചെടുത്ത് പുത്തൻ നോട്ടാക്കി RSSൻ്റെ ബാങ്കിലേക്ക് തിരിച്ചടച്ചതിൽ ആനാവൂർ നാഗപ്പന് അഭിമാനിക്കാം. ഇങ്ങനെ ഒന്നല്ല കേട്ടോ, ഒരു കെട്ട് നോട്ട് തന്നെ തിരുവനന്തപുരത്ത് സഖാക്കൾ വെളുപ്പിക്കാനായി കണ്ടുവച്ചിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 150ഓളം വരുന്ന RSSൻ്റെ പ്രവർത്തകന്മാർ വരുന്ന നാളുകളിൽ CPMലേക്ക് വരാനും ഞങ്ങളുടെ പ്രവർത്തകരായി മാറാനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെ താമസിയാതെ തന്നെ തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിലോ ഏതെങ്കിലും കേന്ദ്രത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് ആ ആളുകൾ മുഴുവൻ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. മിക്കവാറും ഒരു 5-10 ദിവസക്കാലത്തിനകത്ത് ആ പ്രവർത്തനം നടക്കും. ആ 150 പേർ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ഏതായാലും തൽക്കാലം സഖാക്കൾ പ്രകൃതിയുടെ അടയാളങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആനാവൂർ നാഗപ്പൻ സഖാവ് പത്മകുമാറുമായി വാർത്താസമ്മേളനം നടത്തിയ അത്രയും നേരം പശ്ചാത്തലത്തിൽ ഒരു കാക്ക കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആരുടെ ആത്മാവാണാവോ ബലിച്ചോറിന് വേണ്ടി കരയുന്നത്? ഏതായാലും ഈ പത്മകുമാറിന് ഇനിയൊരു പോറൽ പോലും ഏൽക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ CPMകാരുടെ കടമയാണ്. പുള്ളിക്കാരന് വല്ലതും പറ്റിപ്പോയാൽ കളി മാറും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ അസംബന്ധ നാടകം ഇവിടെ തീരുകയാണ്. തിരശ്ശീല വീഴുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.